വായനാശീലം ഡെവലപ്പ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി കുറച്ച് ബുക്സ് ഒക്കെ വാങ്ങി, റീഡിംഗ് ഗോളും ന്യൂ ഇയർ റെസൊല്യൂഷനും എല്ലാം സെറ്റ് ചെയ്തു. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും അത് അങ്ങോട്ട് പ്രോഗ്രസ്സേ ആകുന്നില്ല. കുറച്ചു ദിവസം വായിച്ചിട്ട് ലൈഫ് ബിസി ആകുമ്പോൾ വായന അടിയിൽപ്പെട്ട് പോകുന്നു, ഓർ വായിക്കാനുള്ള ആ ഒരു ത്വര കിട്ടുന്നില്ല എന്നുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ബുക്കിൽ പറഞ്ഞിട്ടുള്ള 4 ലോസ് ഉപയോഗിച്ച് എങ്ങനെ റീഡിംഗ് ഒരു ഹാബിറ്റ് ആക്കാം എന്നതാണ് ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ബുക്ക് നിങ്ങൾക്ക് ഇതുവരെ അറിയില്ലെങ്കിൽ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം. ഹാബിറ്റ് ഡെവലപ്മെന്റിന് മസ്റ്റ് ആയിട്ടും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് അറ്റോമിക് ഹാബിറ്റ്സ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി അതൊക്കെ നല്ല ക്ഷമയോടെ കണ്ടിന്യൂ ചെയ്ത് നല്ല ലൈഫ് ചേഞ്ചിങ് റിസൾട്ട്സ് തരും വിധമുള്ള ഹാബിറ്റ്സ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതുപോലെ ബാഡ് ഹാബിറ്റ്സ് എങ്ങനെ ഒഴിവാക്കാം എന്നുമെല്ലാമാണ് ഈ ബുക്കിലുള്ളത്. വളരെ നല്ലൊരു ബുക്കാണ്. ബിഗിനേഴ്സിനും ഇന്റർമീഡിയറ്റ് റീഡേഴ്സിനും എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു വണ്ടർഫുൾ ബുക്കാണിത്. ഐ ഹൈലി റെക്കമെൻഡ് ദിസ് ബുക്ക്. ബുക്കിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബാക്ക് ടു നമ്മുടെ വീഡിയോയിലോട്ട് വരാം. ഹൗ ടു ഡെവലപ്പ് റീഡിംഗ് ഹാബിറ്റ് യൂസിംഗ് ദ 4 laws ഫ്രം ദ ബുക്ക് അറ്റോമിക് ഹാബിറ്റ്സ്. ഈ 4 ലോസിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഫസ്റ്റ് ഹാബിറ്റ്സിന്റെ പിന്നിലുള്ള സയൻസ് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാം. ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാനായിട്ട് 4 സ്റ്റെപ്സ് ഉള്ള ഒരു പ്രോസസ് ഉണ്ടെന്നാണ് പറയുന്നത്. ക്യൂ, ക്രേവിംഗ്, റെസ്പോൺസ് ആൻഡ് റിവാർഡ് ആണ് ഈ 4 സ്റ്റെപ്സ്. ഈ 4 സ്റ്റെപ്സിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഹാബിറ്റ്സ് എന്നാൽ എന്താണ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അത് എങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം എന്നൊക്കെ നമുക്ക് നല്ല ക്ലിയർ ഐഡിയ കിട്ടും. ഒരു സിമ്പിൾ എക്സാമ്പിൾ യൂസ് ചെയ്ത് ഈ 4 സ്റ്റെപ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ രാവിലെ ബ്രഷ് ചെയ്യുന്ന ഹാബിറ്റ് തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ക്യൂ. ക്യൂ ആണ് ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് നമ്മുടെ ബ്രെയിനിനെ ട്രിഗർ ചെയ്യുന്ന ആള്. ഈ ഒരു ആക്ടിവിറ്റി ചെയ്താൽ ഒരു റിവാർഡ് കിട്ടിയേക്കാം എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നത് ക്യൂ ആണ്. നമ്മുടെ പലതേക്കുന്ന എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ രാവിലെ എണീറ്റത് വായ് ക്ലീൻ അല്ല, ബ്രഷ് ചെയ്താൽ വായ് ക്ലീൻ ആകും എന്ന ആ ഒരു ഇൻഫർമേഷൻ ആണ് ക്യൂ. സെക്കൻഡ് സ്റ്റെപ്പ് ക്രേവിംഗ്. ക്രേവിംഗ് ആണ് ഏതൊരു ഹാബിറ്റിന്റെ പിന്നിലുമുള്ള മോട്ടിവേഷണൽ ഫോഴ്സ്. ഒരു മോട്ടിവേഷൻ ഓർ ആഗ്രഹം ഇല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് നമുക്ക് തോന്നില്ല. വായ് ക്ലീൻ ആയിട്ട് ഇരിക്കണം എന്നുള്ള നമ്മുടെ ആഗ്രഹമാണ് ഈ ക്രേവിംഗ്. ഇവിടെ ബ്രഷ് ചെയ്യാനായിട്ടല്ല നമ്മൾ മോട്ടിവേറ്റഡ് ആകുന്നത്, മറിച്ച് വായ് ക്ലീൻ ആയിട്ട് ഇരിക്കണം എന്ന കാര്യമാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നത്. തേർഡ് സ്റ്റെപ്പ് റെസ്പോൺസ്. ആക്ച്വൽ ഹാബിറ്റ് ചെയ്ത പ്രോസസ് ആണ് ഈ റെസ്പോൺസ്. ആ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ നിങ്ങൾ എത്ര മോട്ടിവേറ്റഡ് ആണ്, അതുപോലെ ആ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് എത്ര ഫ്രിക്ഷൻ നിങ്ങൾക്ക് മറികടക്കേണ്ടി വരും എന്നൊക്കെയുള്ളതാണ് ആ ഒരു ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുമോ ഇല്ലയോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. വായ് ക്ലീൻ ആയിട്ട് ഇരിക്കണം എന്നുള്ള മോട്ടിവേഷനും പല്ല് തേക്കാനുള്ള പേസ്റ്റും ബ്രഷും ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് വെച്ചിരിക്കുന്നതുമെല്ലാം പല്ല് തേക്കുക എന്ന ആക്ടിവിറ്റി ചെയ്യാനായിട്ട് നമ്മളെ കൂടുതൽ പ്രോംപ്റ്റ് ചെയ്യുന്നു. ഇനി ഫോർത്ത് സ്റ്റെപ്പ് റിവാർഡ്സ്. റിവാർഡ്സ് ആണ് ഏതൊരു ആക്ടിവിറ്റിയുടെയും എൻഡ് ഗോൾ. പല്ല് തേച്ച് കഴിയുമ്പോൾ വായ് ക്ലീൻ ആകുന്നതാണ് റിവാർഡ്സ്. ഇതെല്ലാം കൂടി സമറൈസ് ചെയ്ത് പറഞ്ഞാല് ക്യൂ എന്നത് റിവാർഡ് എന്താണ് എന്ന് ശ്രദ്ധിക്കുന്നതാണ്. ക്രേവിംഗ് എന്നത് ആ റിവാർഡ് വേണം എന്നുള്ള തോന്നലാണ്. റെസ്പോൺസ് എന്നത് ആ റിവാർഡ് നേടിയെടുക്കലാണ്. ലാസ്റ്റ് ഈ റിവാർഡിന്റെ പിന്നിൽ നമ്മൾ പോകുന്നത് അത് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ടാണ്. ഈ 4 സ്റ്റെപ്സും ഒപ്പത്തിനൊപ്പം പോയില്ലെങ്കിൽ അതൊരിക്കലും നമ്മുടെ ഹാബിറ്റ് ആവില്ല. ക്യൂ ഇല്ലെങ്കിൽ ഹാബിറ്റ് തുടങ്ങുകയില്ല. ഫോർ എക്സാമ്പിൾ വായ് ക്ലീൻ അല്ല എന്ന് അറിയില്ലെങ്കിൽ എന്തായാലും ബ്രഷ് ചെയ്യില്ല. ഇനി ക്രേവിംഗ് ഇല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് മോട്ടിവേഷൻ ഉണ്ടാവില്ല. വായ് ക്ലീൻ അല്ല എന്നറിയാം, പക്ഷേ വായ് ക്ലീൻ ആയിട്ട് വെക്കണം എന്നുള്ള കാര്യം അറിയില്ലെങ്കിൽ അത് ചെയ്യാനായിട്ടുള്ള മോട്ടിവേഷൻ ഉണ്ടാവില്ല. തേർഡ് റെസ്പോൺസ്. ആ ഹാബിറ്റിന് വേണ്ടി ചെയ്യാനായിട്ടുള്ള ആക്ടിവിറ്റി നല്ല ബുദ്ധിമുട്ടാക്കിയാൽ അത് നമ്മൾ ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ വായ് ക്ലീൻ അല്ല എന്നറിയാം, അത് ചെയ്യാനായിട്ട് നല്ല മോട്ടിവേഷനും ഒക്കെ ആയി, പക്ഷെ എല്ലാ ദിവസവും പേസ്റ്റും ബ്രഷും ഈസി ആയിട്ട് എടുക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് ഒരു കബേർഡിൽ അടച്ചുപൂട്ടിയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അത് ചെയ്യാനായിട്ട് നമുക്ക് നല്ല മടിയുണ്ടാവും. ലാസ്റ്റ് ക്യൂ, ക്രേവിംഗ്, റെസ്പോൺസ് എല്ലാം ഉണ്ട്, പക്ഷേ നമ്മുടെ ആഗ്രഹം സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യില്ല. പല്ല് തേച്ചിട്ട് വായ് ക്ലീൻ ആയില്ലെങ്കിൽ എന്തിനാ ഇപ്പൊ ഇത്ര കഷ്ടപ്പെട്ട് എല്ലാ ദിവസവും ചെയ്യുന്നത് എന്നോർത്തിട്ട് ബ്രഷ് ചെയ്യുന്നത് നമ്മൾ കണ്ടിന്യൂ ചെയ്യില്ല. അത് നമ്മുടെ ഹാബിറ്റും ആകില്ല. പല്ല് തേക്കുന്നതിന് പിന്നിൽ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. യെസ്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും തീരെ ചിന്തിക്കാതെ നമ്മൾ ഡെയിലി ചെയ്യുന്നത് അത് നമ്മുടെ ഹാബിറ്റ് ആയതുകൊണ്ടാണ്. ഡെയിലി ബ്രഷ് ചെയ്യുന്ന പോലെ റീഡിങ്ങും നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന ഒരു ഹാബിറ്റ് ആയാലും എങ്ങനെ ഉണ്ടാവും? നല്ല അടിപൊളിയായിരിക്കില്ലേ? ഇതൊക്കെ വല്ലതും നടക്കുമോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ യെസ്, ഇറ്റ് ഈസ് പോസിബിൾ, പ്രൊവൈഡഡ് 4 സ്റ്റെപ്സ് ഉള്ള ഈ ഒരു ഹാബിറ്റ് ലൂപ്പ് മനസ്സിലാക്കി റീഡിങ്ങിന് സ്യൂട്ട് ആവുന്ന രീതിയിൽ ആക്ഷൻസ് ഫോളോ ചെയ്താൽ മതിയാവും. ബ്രഷ് ചെയ്യുന്ന എക്സാമ്പിൾ തന്നെ എടുത്തത് ഇനി എപ്പോൾ ബ്രഷ് ചെയ്യുമ്പോഴും റീഡിങ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. നൗ ലെറ്റ്സ് സീ ഹൗ ടു ഡെവലപ്പ് റീഡിംഗ് ഹാബിറ്റ് യൂസിംഗ് ദ 4 laws ഓഫ് ഹാബിറ്റ് ഡെവലപ്മെന്റ്. ലോ നമ്പർ 1, മേക്ക് ഇറ്റ് ഓബ്വിയസ്. ഇതാണ് നമ്മുടെ ഹാബിറ്റ് ലൂപ്പിലെ ക്യൂവുമായിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ള ലോ. റീഡിംഗ് ഹാബിറ്റ് ആക്കണമെങ്കിൽ ഫസ്റ്റ് റീഡിംഗ് എന്ന ആ ഒരു ഇന്റൻഷൻ ഓബ്വിയസ് ആക്കുക, ക്ലിയർ ആക്കുക. ഇവിടെ ഫോളോ ചെയ്യാൻ പറ്റുന്ന 2 ക്യൂസ് ആണ് ടൈം ആൻഡ് ലൊക്കേഷൻ. ഒരു സ്പെസിഫിക് ടൈം ആൻഡ് ലൊക്കേഷനിൽ വെച്ചിട്ട് ഞാൻ ഈ ആക്ടിവിറ്റി ഇംപ്ലിമെന്റ് ചെയ്യും എന്ന ഇന്റൻഷൻ സെറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ രാവിലെ എണ്ണീറ്റതും 6 മണി മുതൽ 6:30 വരെ ലിവിംഗ് റൂമിലെ സോഫയിൽ ഇരുന്ന് ഞാൻ ബുക്ക് വായിക്കും എന്ന ഇന്റൻഷൻ
ഇന്റൻഷൻ സെറ്റ് ചെയ്യുക. അപ്പോൾ രാവിലെ 6 മണി, സോഫ, ഇതെല്ലാമാണ് ക്യൂസ്. അതുപോലെ വായിക്കാനുള്ള ബുക്ക് ഓൾറെഡി സോഫയിൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങളും കൂടി ചേർന്നിട്ട് നിങ്ങളുടെ ബ്രെയിനിൽ ബുക്ക് വായിക്കണമെന്ന് ട്രിഗർ ഉണ്ടാക്കും. ഈ ഒരു ലോ ഫോളോ ചെയ്യാനായിട്ട് ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്നുള്ള ഒരു സ്ട്രാറ്റജി കൂടി ഫോളോ ചെയ്യാവുന്നതാണ്. ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്നാൽ ഓൾറെഡി നമുക്ക് ഡെവലപ്പ് ആയ ഹാബിറ്റിന് മേലെ നമ്മൾ ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഹാബിറ്റ് സ്റ്റാക്ക് ചെയ്യുന്നതാണ്. ദാറ്റ് മീൻസ് കറന്റ് ഹാബിറ്റ് ചെയ്ത് കഴിഞ്ഞതും ഈ പുതിയ ഹാബിറ്റ് ഞാൻ ചെയ്യും എന്ന ഇന്റൻഷൻ സെറ്റ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ, രാവിലെ എണ്ണീറ്റ് ബ്രഷ് ചെയ്ത് വന്നതും 6 മണിക്ക് ഞാൻ സോഫയിൽ ഇരുന്ന് ബുക്ക് വായിക്കും എന്ന് സെറ്റ് ചെയ്യാം. ഇവിടെ ബ്രഷ് ചെയ്യുക എന്ന ഹാബിറ്റ് മിസ്സാക്കാതെ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ അത് ചെയ്ത് വന്നതും അടുത്തത് ബുക്ക് വായിക്കണം എന്നുള്ള ട്രിഗർ ബ്രെയിനിന് പോകും. നെക്സ്റ്റ്, ലോ നമ്പർ 2, മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്. ഇതാണ് ക്രേവിംഗിന്റെ ലോ. ബ്രെയിനിൽ ബുക്ക് വായിക്കണം എന്നുള്ള ട്രിഗർ പോയാലും ഒരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തു പോകുള്ളൂ. അതിന് ആ ആക്ടിവിറ്റി അട്രാക്റ്റീവ് ആക്കണം. അതിനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ടെംപ്ടേഷൻ ബണ്ടിലിംഗ്. ടെംപ്ടേഷൻ ബണ്ടിലിംഗ് എന്തെന്നാൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഹാബിറ്റിനെ നിങ്ങൾ ചെയ്യാനായിട്ട് ടെംപ്റ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയുമായിട്ട് ബണ്ടിൽ അപ്പ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ രാവിലെ എണ്ണീറ്റതും ചായ കുടിക്കുന്ന ഒരാളാണെങ്കിൽ ബുക്ക് വായന അതുമായിട്ട് ബണ്ടിൽ ചെയ്യാം. സേ സപ്പോസ് രാവിലെ എണ്ണീറ്റതും 6 മണി മുതൽ 6:30 വരെ സോഫയിലിരുന്ന് ബുക്ക് വായിച്ചതിന് ശേഷമേ ചായ കുടിക്കുള്ളൂ എന്ന് തീരുമാനിക്കാം. സോ ചായ കുടിക്കണം എന്നുള്ള ആ ഒരു ടെംപ്റ്റിംഗ് ബിഹേവിയർ ചെയ്യണമെങ്കിൽ ബുക്ക് വായിക്കണം. സോ ബുക്ക് വായന അട്രാക്റ്റീവ് ആവാൻ തുടങ്ങും. അതുപോലെ തന്നെ ലോ നമ്പർ 2 ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ആക്ടിവിറ്റിയാണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഹാബിറ്റ് ഓൾറെഡി ഡെവലപ്പ് ആയ സോഷ്യൽ സർക്കിളിൽ കൂടുതൽ ഇടപഴകുക എന്നത്. ഫോർ എക്സാമ്പിൾ, ബുക്ക് വായിക്കുന്ന മറ്റു ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സിന്റെ സർക്കിളിലൊക്കെ കൂടുതൽ ഇടപഴകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബുക്കിന്റെ കുറച്ച് ഡിസ്കഷൻസ് വരും. അതൊക്കെ കേട്ടിട്ട് ബുക്ക് വായിക്കാനായിട്ടുള്ള ഒരു മോട്ടിവേഷനും വരാം. ബുക്ക് ക്ലബ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും ബുക്ക് റിലേറ്റഡ് കണ്ടന്റ്സ് പോസ്റ്റ് ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഫോളോ ചെയ്യുന്നതുമെല്ലാം ബുക്ക് വായിക്കാനായിട്ടുള്ള മോട്ടിവേഷൻ തരുന്ന ഇപ്പോഴത്തെ കാലത്തെ കുറച്ച് ഫാക്ടേഴ്സ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ ഈ ചാനലും അതിനായിട്ട് ഫോളോ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, ലോ നമ്പർ 3, മേക്ക് ഇറ്റ് ഈസി. ബുക്ക് വായിക്കാനുള്ള ട്രിഗർ ബ്രെയിനിൽ കൊടുത്തു. ഓൾസോ പലതരം സ്ട്രാറ്റജീസ് ഒക്കെ അപ്ലൈ ചെയ്ത് മോട്ടിവേഷൻ ഒക്കെ ഉണ്ടാക്കിയെടുത്തു. ഇനി നെക്സ്റ്റ്, ബുക്ക് വായന എന്ന പ്രോസസ്സ് തുടങ്ങണം. അതായത് റെസ്പോണ്ട് ചെയ്യണം. അതിനായിട്ട് ഫോളോ ചെയ്യേണ്ട 3rd ലോ ആണ് മേക്ക് ഇറ്റ് ഈസി. ഈസി ആക്കണമെങ്കിൽ അത് ചെയ്ത് തുടങ്ങാനുള്ള ഫ്രിക്ഷൻ കുറയ്ക്കണം. ആ ഹാബിറ്റും നമ്മളും തമ്മിലുള്ള അകലം കുറയ്ക്കണം. ഇതിനായിട്ട് നമ്മുടെ ചുറ്റുപാടിന് നല്ലൊരു റോൾ പ്ലേ ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, രാവിലെ എണ്ണീറ്റ് വന്ന് ബുക്ക് വായിക്കാനായിട്ട് ഇരിക്കുമ്പോൾ വായിക്കാനുള്ള ബുക്ക് ആ ഭാഗത്തേ ഇല്ല. അത് വേറൊരു മുറിയിൽ കബേർഡിൽ അടച്ചുപൂട്ടി വെച്ചിരിക്കുകയാണെങ്കിൽ അവിടം വരെ പോയി കബേർഡ് തുറന്ന് ബുക്ക് എടുത്ത് തിരിച്ചു വന്ന് സോഫയിൽ ഇരുന്ന് വായിക്കണമെങ്കിൽ അത് അത്ര ഈസി പരിപാടിയല്ല. എസ്പെഷ്യലി വായനാശീലം ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കുന്ന ഇനീഷ്യൽ സ്റ്റേജിൽ. സോ ബുക്സ് എപ്പോഴും ഈസിലി ആക്സസിബിൾ ആയിട്ട് വയ്ക്കുക. കയ്യെത്തും ദൂരത്തും ഓൾസോ കണ്ണെത്തും ദൂരത്തും ബുക്സ് വയ്ക്കുക. ഇനി ഈ 3rd ലോയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഹാബിറ്റ് ആക്കാനായിട്ട് ഒരു ആക്ടിവിറ്റി എത്ര നേരം ഇരുന്ന് ചെയ്യുന്നു എന്നതിനേക്കാളും അത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു എന്നതാണ് മാറ്റർ ചെയ്യുന്നത്. സോ അതിനായിട്ട് ഒരു 2 മിനിറ്റ് റൂളിന്റെ കാര്യം ഓഥർ ഈ ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനിഷ്യൽ സ്റ്റേജിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം ജസ്റ്റ് 2 മിനിറ്റ്സ് മാത്രം ചെയ്യുക. പക്ഷേ എല്ലാ ദിവസവും ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ബുക്കിലെ ഒരു ചാപ്റ്റർ ഫുൾ ഇരുന്ന് വായിക്കുക എന്നത് അത്ര ഈസി അല്ല. പക്ഷെ എല്ലാ ദിവസവും 2 മിനിറ്റ് ഇരുന്ന് വായിക്കുക ഓർ ഒരു പേജ് ഫുൾ വായിക്കുക എന്നത് അത്ര ബുദ്ധിമുട്ടായിരിക്കില്ല. ഒരു പേജ് വെച്ച് എല്ലാ ദിവസവും വായിച്ചിട്ട് പിന്നീട് അത് പതുക്കെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഈസി ആയിരിക്കും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസം അരമണിക്കൂർ ഇരുന്ന് വായിച്ചു പിന്നീട് കുറെ ദിവസങ്ങളിലേക്ക് വായിച്ചില്ല എന്ന് ചെയ്യുന്നതിന് പകരം 2 മിനിറ്റ് വെച്ചിട്ടാണെങ്കിലും എല്ലാ ദിവസവും വായിക്കുക. നെക്സ്റ്റ്, ലോ നമ്പർ 4, മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈങ്. റിവാർഡ്സ് ആണ് ലോ നമ്പർ 4 ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് മുമ്പത്തെ സ്റ്റെപ്പില് വായന എന്ന പ്രോസസ്സ് നമ്മൾ ചെയ്തു. പക്ഷേ അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈങ്. അതിനായിട്ട് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആഗ്രഹിക്കുന്ന നമ്മുടെ മനുഷ്യ മനസ്സിനെ നമുക്ക് അഡ്വാൻറ്റേജ് ആക്കി മാറ്റാം. ഒരു ഹാബിറ്റ് കംപ്ലീറ്റ് ചെയ്തതും നിങ്ങൾക്ക് തന്നെ ഒരു റിവാർഡ് കൊടുക്കുക. അതിനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഹാബിറ്റ് ട്രാക്കിംഗ്. ജേർണലിലോ ഓർ ഒരു പേപ്പറിലോ ഹാബിറ്റ് ട്രാക്കർ യൂസ് ചെയ്ത് എല്ലാ ദിവസവും ബുക്ക് വായിച്ചതും അതിൽ മാർക്ക് ചെയ്യുക. അത് വിഷ്വലി നമ്മുടെ മനസ്സിന് ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകും. ഇവിടെ ആ ഡെയിലി സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക. എന്തെങ്കിലും കാരണവശാൽ ഒരു ദിവസം മിസ്സായാൽ വേഗം തന്നെ ട്രാക്കിലോട്ട് തിരിച്ചെത്തുക. നെവർ മിസ് ട്വൈസ്. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ഹാബിറ്റ് ട്രാക്കറിലൂടെ നേടിയെടുക്കാനായിട്ട് നോക്കുക. ഓൾസോ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞതും ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളുമായിട്ട് അത് ഡിസ്കസ് ചെയ്യാം, ഷെയർ ചെയ്യാം. ആ ഒരു ഇന്ററാക്ഷനും ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആണ്. ഇതൊക്കെയാണ് ഹാബിറ്റ് മേക്കിങ്ങിനായിട്ട് ഫോളോ ചെയ്യേണ്ട 4 ലോസ്. ഈ 4ഉം ഫോളോ ചെയ്ത് ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അധികം താമസിയാതെ തന്നെ നിങ്ങൾക്ക് റീഡിംഗ് ഹാബിറ്റ് ആകും. ഓർക്കുക, റെപ്പറ്റീഷൻ ഇസ് ദ കീ. അങ്ങനെ ഡെയിലി പല്ല് തേക്കുന്ന പോലെ റീഡിങ്ങും ഡെയിലി ചെയ്യുന്ന ഒരു ഹാബിറ്റ് ആക്കി മാറ്റാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.